കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന ഒരു നെല്ലിക്കച്ചാറുണ്ട്. അത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയായിരിക്കും. ഭയങ്കര ടേസ്റ്റാണല്ലേ അതിന്. അതേ രുചിയിലുള്ളൊരു നെല്ലിക്കച്ചാറാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയ അതേപോലെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അതേ രുചിയിലുള്ള നെല്ലിക്കച്ചാറ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ അന്ന് വാങ്ങിക്കുന്ന നെല്ലിക്കച്ചാറ് അതിൻ്റെ ഗ്രേവി കുറച്ച് ലൂസായിരിക്കും. പക്ഷേ ഇത് ഞാൻ കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ടേസ്റ്റൊക്കെ അത് തന്നെയാണ്. അത് നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല അല്ലേ. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് അത് പാക്കറ്റ് വാങ്ങി കഴിക്കുമായിരുന്നു. നെല്ലിക്കച്ചാറ് നമുക്ക് വെള്ള കളറിലും കിട്ടും, ചുവന്ന കളറിലും കിട്ടും. അപ്പോൾ ഞാൻ ഇന്ന് ചുവന്ന കളറിലുള്ള നെല്ലിക്കച്ചാർ, അതായത് മുളക് പൊടി ചേർത്തിട്ടുള്ള നെല്ലിക്കച്ചാറാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ നെല്ലിക്കച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 10-30 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള നെല്ലിക്കയാണ്, അതായത് അധികം വലിപ്പമില്ല എന്നാൽ തീരെ ചെറുതുമല്ല, ആ ഒരു രീതിയിലുള്ള നെല്ലിക്കയാണ് എടുത്തത്. അപ്പോൾ നെല്ലിക്ക നല്ലതുപോലെ കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്കൊന്ന് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ വെള്ളം തിളപ്പിച്ച് അതിൻ്റെ മുകളിൽ സ്റ്റീമർ ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുത്തു. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നെല്ലിക്ക നല്ലൊരു വെന്തൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വേവിച്ചെടുക്കാം കേട്ടോ. 10 മിനിറ്റ് തന്നെ മതിയാവും. 10 മിനിറ്റ് കൊണ്ട് നല്ലതുപോലെ വെന്ത് കിട്ടും. അതിനായിട്ട് ഞാനിതിവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് ആവി കയറ്റുമ്പോഴേക്കും തന്നെ നമ്മുടെ നെല്ലിക്ക ഇതാ കണ്ടില്ലേ, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കത്തി കൊണ്ട് കുത്തി നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നെല്ലിക്ക എടുത്തിട്ട് അതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ കുരു എടുക്കുന്നില്ല കേട്ടോ. കുരു കളഞ്ഞിട്ട് നമ്മുടെ നെല്ലിക്ക മാത്രമായിട്ട് ഒരു നെല്ലിക്ക 4-5 പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മുഴുവൻ നെല്ലിക്കയും നമുക്ക് ഇതേപോലെ കുരു കളഞ്ഞ് ഒരു 4-5 പീസാക്കിയിട്ട് എടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ നെല്ലിക്ക മുഴുവനും കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് അച്ചാർ തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഞാൻ ചേർക്കുന്നത്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ മറ്റുള്ള ഓയിലൊക്കെ യൂസ് ചെയ്യാം, എങ്കിൽ പോലും നല്ലെണ്ണയുടെ ഒരു ടേസ്റ്റ് കിട്ടില്ല. നല്ലെണ്ണ അച്ചാറിന് വളരെ ടേസ്റ്റിയാണ്. മാത്രമല്ല അച്ചാർ കൂടുതൽ കാലം കേടാവാതെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ എള്ളെണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി തൊലി കളഞ്ഞതും, പിന്നെ അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഒരുപാട് സമയം വഴറ്റി ബ്രൗൺ ആവാനൊന്നും നിൽക്കണ്ട. ഒന്ന് വഴറ്റി ഇതൊന്ന് സോഫ്റ്റായി മാറിയാൽ മാത്രം മതി. ഇത് കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ വളരെ ചെറുതായിട്ടൊരു കളറും മാറിയിട്ടുണ്ട്. ഈ സമയത്ത് തീ നല്ലോണം കുറച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കാശ്മീരി മുളകാണ് ചേർത്തത്. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവയുടെ പൊടി, 1/2 ടീസ്പൂൺ കായം പൊടി, ഇത്രയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ പൊടികൾ ചേർക്കുന്ന സമയത്ത് തീ നല്ലോണം കുറച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ പൊടികൾ ചേർത്ത ഉടനെ തന്നെ ഏകദേശം 1 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് ഈ പൊടികളൊക്കെ നല്ലൊരു ഡാർക്ക് കളറായിട്ട് മാറും. ചെറിയ തീയിൽ വെച്ചിട്ട് വഴറ്റിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനൊരു 2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. കൂടുതൽ വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച നെല്ലിക്ക ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നെല്ലിക്കയിൽ ഈ ഒരു മസാലയൊക്കെ, അതായത് മുളക് പൊടി മറ്റുമൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 1/2 കപ്പ് വിനാഗിരി, അതായത് സിർക്ക ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് കുറേ നാൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മുഴുവനായിട്ട് സിർക്ക ചേർക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് തീരും, അതായത് കുറച്ച് ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുന്നുള്ളെങ്കിൽ സിർക്കയും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ അത് കുറേ നാൾ ഇരിക്കില്ല, കേടാവും. അപ്പോൾ കുറേ നാൾ വെക്കണമെന്നുണ്ടെങ്കിൽ സിർക്ക മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഉപ്പ് പോരാത്തതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണിലധികം ഉപ്പ് വീണ്ടും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വരണം. നല്ലതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് തിളച്ച് വരണം. കുറേ സമയമൊന്നും വേണ്ട കേട്ടോ. എല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒറ്റ പ്രാവശ്യം ഒന്ന് തിളച്ചാൽ മതി. ആ സമയത്ത് വീണ്ടും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ് നമ്മുടെ നെല്ലിക്ക അച്ചാർ. ഇതിവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ റെഡി ആയതിന് ശേഷം ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കുകയാണ്.
ഇതിപ്പോൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കിയിട്ട് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് കുപ്പിയിലാക്കുന്നത്. നമ്മൾ അച്ചാർ ഉണ്ടാക്കിയിട്ട് അത് റൂം ടെമ്പറേച്ചറിലായ ഉടനെ തന്നെ കുപ്പിയിലാക്കി വെക്കാം കേട്ടോ. ഞാനിത് പറഞ്ഞല്ലോ സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയതാണ്. അപ്പോൾ ഇതാ നെല്ലിക്കൊക്കെ നല്ല സോഫ്റ്റായിട്ട് അച്ചാർ എന്ത് ടേസ്റ്റാണെന്ന് അറിയോ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. പിന്നെ നമുക്കിത് കുപ്പിയിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള വെള്ളമൊന്നും ഇല്ലാത്ത കുപ്പിയിലൊക്കെ ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ കുറേ മാസം സൂക്ഷിച്ച് വെക്കാം. കാരണം നമ്മൾ നല്ലെണ്ണയാണ് യൂസ് ചെയ്തത്, അതുപോലെ തന്നെ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല, വിനാഗിരിയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ധാരാളം നാൾ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ വിനാഗിരിക്ക് പകരം വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അധികം വിനാഗിരി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അങ്ങനെ തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. താങ്ക്